ഇറങ്ങിക്ക്. നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ ഉള്ളൂ, അല്ലാതെ എടുത്ത് വിറ്റൊന്നുമില്ലല്ലോ. എടാ, എന്നെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പേ ചാക്കിനകത്ത് കെട്ടി അരക്കാത്തി ഇട്ടിരുന്ന ഇത്. എന്റെ പൊന്നെ മുമ്പ് എന്നെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട്, അതായത് ഞാൻ അവിടെ ചെന്നപ്പോ അതിനകത്ത് കെട്ടിക്കിടന്നിരുന്ന ഇത് ആ ചാക്ക് ഞാൻ കെട്ടയച്ച് ഇത് ഞാൻ കൊണ്ടുവന്നു പോയി. എന്റെ ഭാഗത്താണ് തെറ്റ്. എടാ, ഇത് എന്തൊക്കെയോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കെട്ടിയിട്ടിരുന്നത്. ശരിക്കും ഇതാരാ? ഇത് 100-300 വർഷം മുമ്പ് നമ്മുടെ തറവാട്ടിലുണ്ടായിരുന്ന ഒരു നാടുവാഴി തമ്പുരാനാ. തമ്പുരാനാ? കണ്ടിട്ട് ഒരു ഈജിപ്ഷ്യൻ ലുക്ക്. അപ്പൊ ഈജിപ്തിൽ നമുക്ക് ബന്ധുക്കൾ ഉണ്ടായിരുന്നല്ലേ? പിന്നെ ഈജിപ്തിലെ ഫറവോ നമ്മുടെ ചിറ്റപ്പനായിരുന്നല്ലോ. ഒന്ന് പോവച്ചേ. പണ്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ വരുമ്പോഴേ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിറവവും പാഴൂരും ഒക്കെ നാട്ടുരാജ്യമായിരുന്നു. അവിടുത്തെ നാടുവാഴിയായിരുന്നു ഇദ്ദേഹം. എന്നിട്ട് ഈ നാടുവാഴിയുടെ പേരെന്താണ്? പാഴൂർക്കര രാവുണ്ണി ചെറിയ നാടുവാഴി. ഓ, ചെറിയ നാടുവാഴിയായിരുന്നല്ലേ. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഒക്കെ നല്ല വശമായിരുന്നു. അതുകൊണ്ടാണല്ലേ നമുക്ക് ഇത്ര അറിവും ധൈര്യവും ഒക്കെ. എന്തോ എങ്ങനെ ഫാറൂസിനാ അറിവാ ധൈര്യമാ? അളിയോ, ഒത്തിരി അങ്ങാക്കല്ലേ. നമ്മള് പാഴൂർക്കാർക്ക് ഭയങ്കര ധൈര്യം അറിവൊക്കെ തന്നെ. നീ നിർത്ത്. അമ്മ ബാക്കി തള്ളുതൊന്നും അല്ല ഗൗരി. എനിക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തന്നത് അപ്പൂപ്പന്റെ ചേട്ടനാ. ഓ, അപ്പൊ പുള്ളിയും ഭയങ്കര തള്ളായിരുന്നല്ലേ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗൗരി? ആഹാ, അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ വന്ന് ഒരു ഈജിപ്തുകാരനായി ഈ പ്രതിമ ഉണ്ടാക്കിയത്. നാടുവാഴി തമ്പുരാനും അദ്ദേഹം കൂടെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് നാടുവാഴി തമ്പുരാനെ ഇരുത്തിപ്പണിതാണ് ഈ പ്രതിമ. ഓഹോ, അപ്പൊ ഒരു ഈജിപ്ഷ്യകാരൻ പണിഞ്ഞോണ്ടായിരിക്കും അല്ലേ തലയിൽ മകുടം. എന്തോ ആയാലും നീ ഇതിങ്ങോട്ട് എടുത്തോണ്ട് വരണ്ടായിരുന്നു. എന്നമ്മാ, ഏതാ പ്രശ്നയാ? ഈ പ്രതിമയെ ആദ്യം മോളത്തെ മുറിയിലായിരുന്നിരുന്നത്. രാത്രിയാവുമ്പോൾ ഭയങ്കര നിലവിളി ശബ്ദം കേൾക്കുന്നു. ഈ പ്രതിമയിലെ നാടുവാഴിയുടെ ആത്മാവുണ്ടെന്നാ പറയുന്നത്. അത് നാടുവാഴിക്ക് പേടിയുള്ളതുകൊണ്ട് നിലവിളിച്ചായിരിക്കും. നാടുവാഴിക്ക് പേടിയൊന്നുമില്ല. വീരശൂര പരാക്രമിയായിരുന്നു. രാത്രിയാവുമ്പോഴേ വിളിക്കും, ആരവിടെ, സമക്ഷത്തിൽ വരൂ. പിന്നെ കുറച്ചു നാളത്തേക്കിന് അനക്കൊന്നുമില്ല. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ പ്രതിമ നടുത്തളത്തിലിരിക്കുന്നു. അതാരും കൊണ്ട് വെച്ച്? ആരും കൊണ്ടുവച്ചതൊന്നുമല്ല, നടന്നു വന്ന്. അതിന് നടന്നു വരേണ്ട കാര്യമുണ്ടോ? മാവ് ഇങ്ങനെ അങ്ങ് വരത്തില്ലയോ? വന്ന് അവിടെ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് അങ്ങനെ വീട്ടിൽ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത് പൊതിഞ്ഞു കെട്ടി അറയ്ക്കാത്തി കൊണ്ടുവച്ചത്. ആ പൊതിയാണ് യവനെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. അമ്മായി പേടിക്കൊന്നും വേണ്ട. മുമ്മ ചുമ്മാ ഇങ്ങനെ ഓരോ തമാശക്ക് ഓരോ കെട്ടുകഥകളൊക്കെ പറയുന്നല്ലേ. ഓ, നീ ഒരു കാര്യം ചെയ്യോ? ഓ, നീ പ്രതിമ എടുത്തോണ്ടേ പടവലത്ത് തന്നെ കൊണ്ടേ വെക്കൂ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോണേ? ഒരു കാര്യം ചെയ്യ്, ഇവിടെ ആളിയാ, നമുക്ക് ഇത് ഒരുമിച്ച് കൊണ്ട് വെച്ചിട്ട് വരാം. ഞാനൊന്നും ഇല്ലെന്ന് പോയാടാണ്. തിരിച്ചു കൊണ്ടൊന്നും വെക്കണ്ട. അമ്മ പറയണ വലിയ കാര്യമാക്കണ്ടെന്നേ. ശരിയാ, അമ്മ പറയണ കാര്യമാക്കണ്ട. ഇത് അമ്മയുടെ റൂമിൽ വെച്ചേക്ക്. എന്റെ റൂമിലാ? ഓ, എന്റെ റൂമിൽ വെക്കണ്ട, ലച്ചുവിന്റെ റൂമിൽ വെക്കാം. ആ, ഞങ്ങളുടെ റൂമിൽ സ്ഥലമൊന്നുമില്ല. ഒരു കാര്യം ചെയ്, നീ തന്നെ കയ്യിൽ വെച്ചോ. ഇല്ല, ഞാൻ അങ്ങനെ കൈ വയ്ക്കും. ആ, റൂമിൽ മൊത്തം പൊടി മൊത്തം വീടിച്ചിരിക്കണം. അപ്പം തുടയ്ക്കണം. അത് പിന്നെ നിറയ്ക്കാം. ഒരെണ്ണം എടുത്തോണ്ട് പോയില്ലേ?
വേണ്ട, ആത്മാവിന്റെ പുറകിലും കണ്ണുണ്ടെന്നോ? രാവുണ്ണി അപ്പൂപ്പൻ ഇവിടെ മറ്റേ ഡൈനിങ്ങിൽ തന്നെ ഇരിക്കാതെ അങ്ങോട്ട് മാറിയിരിക്കുക. വേണ്ട, അപ്പൂപ്പൻ സേഫ് അല്ലേ? അപ്പൂപ്പൻ പണ്ടത്തെ വലിയ കിടിലായിരുന്നല്ലേ? ഞാനെന്നാ പിന്നെ ഒന്ന് ഇവിടെ ഇരുന്നോട്ടെ. അപ്പൂപ്പന് ദേഷ്യമൊന്നും ആവൂലല്ലോ? എവിടോ എൻ്റെ ഒരു ഫേസ് കട്ടുണ്ട്, എനിക്കെവിടോ അങ്ങയുടെ ഒരു ഫേസ് കട്ടുണ്ട്. കൊല്ലാൻ നോക്കണാടി നീ. ഞാൻ ചേട്ടനെ വിളിക്കാൻ വന്നതാ. ഇങ്ങനെയാണോ വിളിക്കാൻ പറഞ്ഞേ? സത്യം അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണാ? ആ ചേട്ടാ, എന്നാൽ ഈ പ്രതിമ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നു. പ്രതിമേ അടി, അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കണേ? സോറി സോറി. ആ ക്ഷമിക്കണം, കൊച്ചു അറിവില്ല പൈതൽ. ചേട്ടാ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സിനിമ കണ്ടില്ലായിരുന്നോ? ഏത് സിനിമ? അമ്മ റിട്ടേൺ. അമ്മ റിട്ടേൺ? ആ, മമ്മി റിട്ടേൺസ്. അത് തന്നെ. അതേപോലെ ഉണ്ടോ ഇത്? ഞാൻ പോവാണ്. നീ പോലെ നില്ല പോലെ. അപ്പൂപ്പ അധികം നേരം ഇങ്ങോട്ട് നോക്കിന്നാ ചിലപ്പോ നമ്മൾ ദഹിച്ച് അങ്ങനെ തന്നെ അങ്ങ് പോകും. അപ്പൂപ്പൻ കുറച്ചേരം എന്തോ അങ്ങോട്ട് നോക്കിയേരി. ആ മുറി അവിടെ കറക്റ്റ് പറഞ്ഞ അപ്പൂപ്പന്റെ കൊച്ചുമക്കളുടെ ഏതോ ഒരു എന്റെ മരുമോളാണത് പറഞ്ഞു വരുമ്പോ. ഡയറക്റ്റ് ലീനിയേജ്. അപ്പൊ അതാണ് കറക്റ്റ്. ഓ മക്കളെ, കൊച്ചി പോവാൻ പറഞ്ഞ അപ്പൊ പോവും. അപ്പ എനിക്ക് ഒരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വരാവേ. ഹലോ, ആണോ?